മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ജോബിന്റെ പുസ്തകം 32:8 നമുക്ക് ധ്യാനിക്കാം. ദ ബുക്ക് ഓഫ് ജോബ്, ചാപ്റ്റർ 32 വേഴ്സ് 8. എന്നാൽ മനുഷ്യനിലെ ചൈതന്യം സർവശക്തന്റെ ശ്വാസമാണ്, അവന് ജ്ഞാനം നൽകുന്നു. അപ്പൊ മനുഷ്യന് ജ്ഞാനം നൽകുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ആ ബോധ്യം എപ്പോഴും ഉണ്ടാവണം. ആ ആത്മാവിനുള്ള ബന്ധം നിലനിർത്തുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ ജ്ഞാനിയായി മാറുക. ധോലിവാല എന്ന ഗ്രാമത്തിലൂടെ സാധു സുന്ദർ സിംഗ് നടന്നു പോവുകയായിരുന്നു. അപ്പോൾ സൂര്യൻ അസ്തമിച്ചിരുന്നു. ആ രാത്രി എവിടെയാണ് വിശ്രമിക്കുക എന്നോർത്ത് ആകുലപ്പെട്ടിരിക്കുമ്പോൾ ജീർണിച്ച ഒരു വീട് അദ്ദേഹം കണ്ടു. പഴയ വീടായിരുന്നു അത്. മേൽക്കൂരയുടെ ഒരു ഭാഗം നിലം പൊത്തിയും കല്ലും ഇഷ്ടികയും ഭിത്തിയിൽ നിന്ന് വേർപെട്ട നിലയിൽ കിടക്കുകയും ചെയ്തിരുന്നു. പെട്ടെന്നാണ് മഴ പെയ്യാൻ തുടങ്ങിയത്. ഒരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഓടി ആ വീട്ടിൽ കയറി. മഴ നിൽക്കുന്ന ലക്ഷണമില്ല. ഇരുട്ടിനും കനവും കൂടി വന്നു. ഇനി ഈ വീട്ടിൽ രാത്രി താമസിക്കാമെന്ന് സാധു തീരുമാനിച്ചു. ബാഗ് തുറന്ന പുതപ്പെടുത്ത് തറയിൽ ഈർപ്പമില്ലാത്ത സ്ഥലത്ത് നോക്കി വിരിച്ചു. പകൽ ചെയ്ത ജോലിയുടെ അധ്വാനം മൂലം കിടന്ന മാത്രയിൽ തന്നെ ഉറങ്ങിപ്പോയി. പ്രഭാതമായി സൂര്യരശ്മികൾ വീടിനുള്ളിലേക്കും കടന്നു വന്നു. സാധു എണീക്കാനായിട്ട് തുനിഞ്ഞു. തന്റെ കൈക്ക് സമീപം എന്തോ തണുപ്പ് അനുഭവപ്പെടുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി. സൂക്ഷിച്ചു നോക്കിയ അദ്ദേഹം നടുങ്ങി തെറിച്ചുപോയി. പുതപ്പിന്റെ അടുത്ത് അദ്ദേഹത്തോട് ചേർന്ന് കരിഞ്ചാത്തി എന്നറിയപ്പെടുന്ന ഉഗ്രവിഷമുള്ള ഒരു മൂർഖൻ കിടന്നുറങ്ങുന്നു. പരിഭ്രമം മൂലം സാധു പെട്ടെന്ന് ഉരുണ്ടുമാറി. ആലില പോലെ അദ്ദേഹത്തെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പുതപ്പിൻ ചുരുണ്ടുകൂടിയ മൂർഖനാകട്ടെ ഉറക്കം നഷ്ടപ്പെട്ടല്ലോ എന്ന ചിന്തയോടുകൂടി ഇഴഞ്ഞു പോവുകയും ചെയ്തു. താൻ രക്ഷപ്പെട്ടു എന്നറിഞ്ഞിട്ടും സാധുവിനത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. ദൈവകരങ്ങളിൽ സ്വയം സമർപ്പിക്കുന്ന സാധുവിന്റെ ജീവിതത്തിൽ ഇതുപോലെ ധാരാളം അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവമാണ് നമ്മളെ രക്ഷിക്കുന്നത്. ആ ബോധ്യം എപ്പോഴും നമ്മുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.